So, hello everyone. Welcome to Rails Academy. എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? പിന്നെ യാ സോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ്? നമ്മുടെ ലേണിംഗ് തിയറീസിലുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിയറീസിനെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തു അല്ലേ? ബിഹേവിയറൽ റീസണിങ് ലേണിംഗ് തിയറിനെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അതിനേക്കാൾ അടിപൊളിയായിട്ടുള്ള ഒരു തിയറിയാണ്. എന്താണെന്നറിയോ? കൊഗ്നിറ്റീവ് ഡെവലപ്മെന്റ് തിയറി. ഓക്കെ, ഭയങ്കര രസമുള്ള ഒരു തിയറി ആട്ടോ. പിന്നെ നമ്മുടെ ഈ ചെറിയ കുട്ടികളൊക്കെ ഈ ആ, ചെറു ഈ ചെറിയ ആ ഒരു സ്റ്റേജ് മുതലേ അവരുടെ ഒരു അഡോളസൻസ് എത്തുന്ന വരെയുള്ള ഒരുപാട് സ്റ്റേജസിനെ പറ്റിയിട്ടൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു ഭാഗത്ത് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമുക്ക് കുറച്ച് കഥകളൊക്കെ പറഞ്ഞിട്ട് പോട്ടോ. ഓക്കെ, എന്നെ വിസിബിൾ അല്ലേ? യാ സോ അതാണ് ഈ കൊഗ്നിറ്റീവ് ഡെവലപ്മെന്റ് തിയറി നമ്മൾ കൂടുതൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ ലേണിംഗ് സ്റ്റേജസ്, ഓരോ വയസ്സിലും നമുക്ക് ഉണ്ടായിട്ടുള്ള ലേണിംഗ് പ്രക്രിയ, ആ ഒരു സ്റ്റേജസിന് നമ്മൾ ഈ ഒരു ഭാഗത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഞാൻ സമയം കളയുന്നില്ല, ക്ലാസ്സിലേക്ക് പോവാണ്. ഓക്കെ, അപ്പൊ എന്താണ് കൊഗ്നിറ്റീവ് ഡെവലപ്മെന്റ് തിയറി എന്ന് പറയുമ്പോൾ? എന്താണ്? ടേക്കിംഗ് ഇൻഫോർമേഷൻ, പ്രോസസ്സിംഗ് ആൻഡ് സ്റ്റോറിങ്. ഇതാണ് ഇതിൽ വരുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മൂന്ന് പ്രോസസ്സ് കേട്ടോ. ഈ കൊഗ്നിറ്റീവ് ഡെവലപ്മെന്റ് തിയറിയിൽ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഏതൊരു മനുഷ്യനും ഇൻഫോർമേഷൻ സീക്ക് ചെയ്യുന്നതിന്റെ പ്രൈമൽ ഒരു ഫാക്ടർ അല്ലെങ്കിൽ പ്രൈമൽ മെത്തേഡ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാല്, ആദ്യം എന്താണ്? ടേക്കിംഗ് ഇൻഫോ ആണ്. അതായത് ഇൻഫോർമേഷൻ എടുക്കും. അത് ഏത് രീതിയിലുള്ള ഇൻഫോർമേഷൻ ആയിക്കോട്ടെ, കണ്ടിട്ടുള്ള ഇൻഫോർമേഷൻ ആയിക്കോട്ടെ, ചെവി നമ്മൾ കേട്ടിട്ടുള്ള ഇൻഫോർമേഷൻ ആയിക്കോട്ടെ, നമ്മൾ പിന്നെ സ്മെല് ചെയ്തിട്ട് സെൻസ് ചെയ്ത ഇൻഫോർമേഷൻ ആയിക്കോട്ടെ, എല്ലാ ഇൻഫോർമേഷൻസും നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ ബ്രെയിനിലേക്ക് നമ്മൾ എന്ത് ചെയ്യും? അതിനെ എടുക്കും, ആക്സെപ്റ്റ് ചെയ്യും, പെർസീവ് ചെയ്യും. അണ്ടർസ്റ്റുഡ്? എടുത്തതിന് ശേഷം എന്താ സംഭവിക്കുക? അത് നമ്മൾ എന്ത് ചെയ്യും? പ്രോസസ് ചെയ്യും. ഓക്കെ, അതായത് ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നമ്മളിപ്പോ എന്താ പറയാ, ഇപ്പൊ ഒരു റോസിന്റെ സ്മെല്ല് അല്ലെങ്കിൽ ജാസ്മിന്റെ സ്മെല്ലുള്ള മുല്ലപ്പൂയുടെ മണം. അപ്പൊ മണത്തിട്ട് ഇത് മുല്ലപ്പൂ, ഇതാണ് ഇതിന്റെ മണം, സ്റ്റോർ ചെയ്തു. പിന്നെ നമുക്ക് മുല്ലപ്പൂ കാണുന്ന സമയത്ത് നമുക്ക് ആ മണം നമ്മുടെ മനസ്സിലുണ്ടാവില്ല. ആ ഒരു സ്മെല്ല് നമുക്ക് എപ്പോഴും നമ്മുടെ മൈൻഡിൽ അതുണ്ടാവും. അതേപോലെ തന്നെ നമ്മൾ ഏത് ഇൻഫോർമേഷൻസും നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അത് ആദ്യം നമ്മൾ ടേക്ക് ചെയ്യും. സെൻസറി ഓർഗൻസ് വഴിയോ തൊട്ടിട്ടോ ഏത് രീതിയിലായിരിക്കും നമ്മൾ ഇൻഫോർമേഷൻ സീക്ക് ചെയ്തതിനു ശേഷം, സോറി കേട്ടോ, നമ്മൾ എന്ത് ചെയ്യും? അതിനെ പ്രോസസ് ചെയ്യും. അതെന്താണ്? ആ സ്മെല്ല് ഇന്ന ഈ പൂവിൻ്റെതാണ്. നമ്മൾ അതിനെന്ത് ചെയ്യും? കൃത്യമായിട്ട് ക്ലാസിഫൈ, നമ്മളിങ്ങനെ അതിനൊരു ഷെൽഫിൽ വെക്കുന്ന പോലെ നമ്മുടെ മൈൻഡിൽ നമ്മൾ സ്റ്റോർ ചെയ്യും. അണ്ടർസ്റ്റുഡ്? പ്രോസസ് ആൻഡ് സ്റ്റോറിങ്, ലാസ്റ്റ് സ്റ്റെപ്പാണ് എന്ത് ഈ പറയുന്നത് സ്റ്റോറിങ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നു? ആ ഇൻഫോർമേഷൻ എടുക്കുന്നു, അതിന് നമ്മൾ അത് എന്താണെന്ന് പ്രോസസ് ചെയ്യുന്നു, എന്നിട്ട് എന്ത് ചെയ്യും? അത് നമ്മൾ എന്ത് ചെയ്യും? മൈൻഡിൽ സ്റ്റോർ ചെയ്യും. എന്തിനാ സ്റ്റോർ ചെയ്യുന്നത്? പിന്നീട് നമ്മുടെ ലൈഫിൽ ആ ഒരു ഒബ്ജക്റ്റോ ആ ഒരു എക്സ്പീരിയൻസോ സംഭവിച്ചു കഴിഞ്ഞാൽ ഇതാണ് അതിന്റെ റിസൾട്ട് എന്ന് നമുക്ക് പഠിക്കാനും വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? ഈ പറഞ്ഞ ഇൻഫോർമേഷൻസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ മൈൻഡിൽ സ്റ്റോർ ചെയ്ത് വെക്കും. ഇതാണ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് തിയറിയുടെ ബാക്ക് ബോൺ ഒരു ആസ്പെക്ട് എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഇത് പറയുന്ന വേറൊരു പോയിന്റും കൂടിയുണ്ട്. ഇറ്റ്സ് ഓൾസോ അബൌട്ട് ഹൗ വി ലേൺ. നമ്മൾ എങ്ങനെ ഈ കാര്യങ്ങൾ പഠിക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ എങ്ങനെ വിഷയങ്ങൾ പഠിക്കുന്നു എന്നുള്ളത് നമ്മൾ ഈ പറയുന്ന കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് തിയറിയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഞാൻ പറയാട്ടോ, 4 സ്റ്റേജസിൽ നമ്മൾ ഇതിനെ ഓരോരോ ഡിസ്കസ് ചെയ്യും. ഓക്കെ, അതുപോലെ തന്നെ പറയുന്ന വേറൊരു കാര്യമാണ് ഹൗ ബ്രെയിൻ ഗ്രോസ് ആൻഡ് അഡാപ്റ്റ് ഇൻ ലൈഫ് അല്ലെ. ഈ ഈ ഈ 3 സ്റ്റെപ്സുകൾ ഉണ്ടല്ലോ, ടേക്കിംഗ് ഇൻഫോ, പ്രോസസ്, സ്റ്റോർ, നമ്മുടെ ലൈഫിന്റെ ഓരോ സിറ്റുവേഷനിലും ഓരോ രീതിയിലാണല്ലേ. അതായത് ഇപ്പൊ നമ്മൾ ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ പിന്നെ ഈ കളിപ്പാട്ടങ്ങൾ ടോയ് ആണെന്ന് മനസ്സിലാക്കുന്നു. ഓക്കെ, അത് വളരെ ചെറിയൊരു പ്രായത്താണ്. പക്ഷെ നമ്മൾ വലുതാകുന്ന സമയത്ത് നമ്മൾ ഇൻഫോർമേഷൻസ് എടുക്കുന്നത്, ഇപ്പൊ നമ്മൾ ഈ പിന്നെ ഈ കടങ്കഥകൾ, സോറി, പഴഞ്ചൊല്ലുകൾ നമ്മൾ പറയല്ലോ ഓരോ സിറ്റുവേഷനിൽ. അപ്പൊ നമ്മൾ എന്താണ്? നമുക്ക് മനസ്സിലാവും ആ സിറ്റുവേഷൻ കൊണ്ട് പറയുന്നതാണ്. അപ്പൊ നമ്മൾ ഓരോ ലൈഫിന്റെ ഓരോ സ്റ്റേജിലും നമ്മൾ ഇൻഫോർമേഷൻ ആക്സെപ്റ്റ് ചെയ്യുന്നതും അത് പ്രോസസ് ചെയ്യുന്നതും അത് ഇന്റർപ്രറ്റ് ചെയ്യുന്നതൊക്കെ ഭയങ്കര ഡിഫറെന്റ് ആയിരിക്കും. ഓക്കെ, അപ്പൊ അത് ഈ പറയുന്ന കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് തിയറിയിൽ വരുന്ന ഒരു ഭാഗമാണ് ഹൗ ബ്രെയിൻ ഗ്രോസ് ആൻഡ് അഡാപ്റ്റ് ഇൻ ലൈഫ് എന്നൊരു ഭാഗം. ഓക്കെ, അതുപോലെ തന്നെ ഫാക്ടർ എഫക്റ്റിംഗ് ലേണിംഗ്. ഓക്കെ, നമ്മൾ ലേണിങ്ങിന് നമ്മളൊരു ഏതൊരു സ്റ്റേജിലാണെന്നുണ്ടെങ്കിൽ പോലും നമ്മുടെ ലൈഫിൽ നമ്മൾ ലേണിംഗ് പ്രോസസ്സിനെ ബാധിക്കുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 2 ആസ്പെക്ട്സ് ആണ് ഈ പറയുന്ന ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ. കേട്ടോ, നമ്മൾ ഡീറ്റെയിൽ ഡിസ്കസ് ചെയ്യും. ഇന്റേണൽ എന്ന് പറയുമ്പോൾ ഒന്നുമില്ല, നമ്മുടേതായ ഒരു പേഴ്സണൽ വ്യൂ പോയിന്റിൽ ഉണ്ടാകുന്ന ഒരുപാട് കാര്യങ്ങളും
എക്സ്റ്റേണൽ എന്ന് പറയുമ്പോൾ നമ്മുടെ സൊസൈറ്റി വഴി നമുക്ക് നമ്മുടെ ലേണിങ്ങിനെ ബാധിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. തെറ്റും ശരിയും മനസ്സിലാക്കുന്നതിൽ സൊസൈറ്റിക്ക് ഒരുപാട് പിന്നെ ആസ്പെക്ട്സുകൾ ഉണ്ട്. ഓക്കെ, അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യും, കാര്യമായിട്ട് തന്നെ എഫക്ട് ചെയ്യും നമ്മൾ ഓരോ കാര്യങ്ങൾ പഠിക്കുന്നതിൽ. ഓക്കെ, അപ്പൊ ഇന്റേണൽ ഉണ്ടാവും, എക്സ്റ്റേണൽ ഉണ്ടാവും. ഓക്കെ, അതും ഈ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് തിയറിന്റെ ഒരു ഭാഗമാണ്. അതുപോലെ തന്നെ ഈ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് തിയറി പ്രൊപ്പൗണ്ട് ചെയ്ത ഒരു വ്യക്തിയാണ് ആര്, ഈ പറയുന്ന ജീൻ പിയാഗെറ്റ് എന്നായിരിക്കും. കൃത്യമായിട്ട് എനിക്ക് പ്രൊണൗൺസിയേഷൻ അറിയില്ല. ജീൻ പിയാഗെറ്റ് എന്നായിരിക്കാം. ഓക്കെ, ജീൻ പിയാഗെറ്റ് എന്ന് പറഞ്ഞ ഒരു സൈക്കോളജിസ്റ്റ് ആണ് ഈ പറയുന്ന കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് തിയറി പ്രൊപ്പൗണ്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഒന്നുമില്ല, കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് തിയറി എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മളൊരു കാര്യം ഇൻഫർമേഷൻ സീക്ക് ചെയ്ത് അത് പ്രോസസ് ചെയ്തത് സ്റ്റോർ ചെയ്യുന്ന ഒരു രീതിയാണ്, അല്ലെങ്കിൽ ആ ഒരു മെത്തേഡിനാണ്, അല്ലെങ്കിൽ ആ ഒരു ആസ്പെക്ട് ആണ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് തിയറിയിൽ കൂടുതലും ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് അതിന്റെ ഒരു ബേസിക് ആയിട്ട് ഒരു എക്സ്പ്ലനേഷൻ വരുന്നത്. അതുപോലെ തന്നെ ഇതിൽ പ്രധാനമായിട്ട് എന്തുണ്ട്, മെയിൻലി 4 സ്റ്റേജസ് ഉണ്ട് കേട്ടോ ഈ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റിൽ. നമ്മുടെ മനുഷ്യന്റെ ഇൻഫർമേഷൻ ടേക്ക് ചെയ്യുന്നതും പ്രോസസ് ചെയ്യുന്നതും സ്റ്റോർ ചെയ്യുന്നതിന് 4 സ്റ്റേജസ് ഉണ്ട് പ്രധാനമായിട്ട്. നമുക്ക് ഓരോന്നും ഡിസ്കസ് ചെയ്യാം കേട്ടോ. ഓക്കെ, അതിൽ ഫസ്റ്റ് സ്റ്റേജ് എന്താണ്, സെൻസറി പീരീഡ് എന്നാട്ടോ പറയാ. ഒരു മനുഷ്യന്റെ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റിൽ വരുന്ന സ്റ്റേജ് 1 എന്ന് പറയുന്നത് എന്താണ്, സെൻസറി പീരീഡ് ആണ്. സെൻസറി പീരീഡ് എന്ന് പറയുമ്പോൾ നമ്മൾ കുട്ടികളെ കാണുന്നില്ലേ, ചെറിയ കുട്ടികൾ, ജനിച്ച പാടുള്ള കുട്ടികളൊക്കെ എഴയുന്ന സമയത്ത് എല്ലാം കിട്ടുന്നൊക്കെ വായിലിടും. അതായത് ആ കുട്ടി വായിലിട്ടിട്ടാണ് ആ ഒരു ഒബ്ജക്റ്റിനെ പറ്റി പഠിക്കുന്നത്, അല്ലെങ്കിൽ അതിങ്ങനെ ഷെയ്ക്ക് ചെയ്യും, അത് തൊടും, അല്ലെ ഭക്ഷണമൊക്കെ പെട്ടെന്ന് ഗ്രാബ് ചെയ്യുന്ന ഒരു സ്വഭാവം കുട്ടിയൊക്കെ ഉണ്ടല്ലേ. ആ കുട്ടി എന്ത് ചെയ്യാണ്, ഓരോ ഒബ്ജക്റ്റും ആ കുട്ടിക്ക് അത് ഭക്ഷണമാണെന്ന് ചിന്തിക്കുന്നതിന് പകരം അത് തൊട്ടിട്ട് പഠിക്കുകയാണ്. അതായത് സെൻസറി ഓർഗൻസ് വഴി, അല്ലെങ്കിൽ മണം, ഈ വായ, പിന്നെ അതുപോലെ ഈ ആ രൂപത്തിലും അതുപോലെ തന്നെ ഈ ടച്ചിങ്ങിലൂടെയൊക്കെയാണ് കുട്ടികൾ എന്ത് ചെയ്യുക, ആ ഒരു ഒബ്ജക്റ്റിനെ പറ്റി അല്ലെങ്കിൽ ആ ഒരു പ്രൊഡക്റ്റിനെ പറ്റി എന്ത് ചെയ്യുക, കുട്ടികൾ പഠിക്കുക. ഓക്കെ, അതിനാണ് നമ്മൾ സെൻസറി പീരീഡ് എന്ന് പറയാ. അതുപോലെ ഇത് പ്രധാനമായിട്ട് ഇത് വരുന്ന ഏജ് ഗ്രൂപ്പ് ഏതാണ്, അതായത് 0 to 2 years ആണ്. ഓക്കെ, 0 മുതൽ 2 വയസ്സ് വരെ ആണ് ഈ ഒരു സെൻസറി പീരീഡ്. കുട്ടികൾ ഇൻഫോർമേഷൻസ് ഗെയിൻ ചെയ്യുക എങ്ങനെയാണ്, ടച്ചിങ്, ടേസ്റ്റിംഗ് ആൻഡ് ഷേക്കിംഗ് വഴിയാണ്. വേറെ ഒരു തരത്തിൽ ആ കുട്ടിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ ലേണിംഗ് പ്രോസസ്സ് കുട്ടിക്ക് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അതുപോലെ തന്നെ വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് ഒബ്ജക്റ്റ് പെർമനൻസ്. ഞാൻ ഈ പോയിന്റ് ആദ്യം എഴുതാൻ വിചാരിച്ചല്ല കേട്ടോ, പിന്നീട് ഞാൻ ഈ റീസെന്റ് ആയിട്ടുള്ള PYQs നോക്കിയപ്പോഴാണ് ഈ ഒരു പോയിന്റ് അതിൽ കാണുന്നത്. ഓക്കെ, അതായത് ഒബ്ജക്റ്റ് പെർമനൻസ് എന്നുള്ള ഒരു കോൺസെപ്റ്റ് എന്ന് പറയുമ്പോൾ എന്താ അറിയോ, അതായത് കുട്ടികൾക്ക് ഒരു ചിന്ത ഉണ്ട്. അതായത് ഈ 0 മുതൽ 2 വയസ്സുള്ള കുട്ടികൾക്ക്, അതായത് കാണുന്നത് മാത്രമാണ് എക്സിസ്റ്റ് ചെയ്യുന്നത് എന്നുള്ളൊരു ഒരു മെന്റാലിറ്റി കുട്ടികൾക്ക് ഉണ്ടാവും. അതായത് അവർക്ക് കാണുന്നത് എന്താണോ അത് മാത്രമാണ് ഈ ലോകത്ത് എക്സിസ്റ്റ് ആകുന്നത്. അതിനൊരു എക്സാമ്പിൾ ആണ് പീക്കബു. കുട്ടി നമ്മൾ കളിക്കില്ല ഇങ്ങനെ അവനെ പീക്കബു എന്ന് പറയുമ്പോൾ നമ്മൾ പെട്ടെന്ന് ആ കുട്ടിയുടെ മുമ്പിൽ നിന്ന് മാഞ്ഞു കഴിഞ്ഞാല് ഒരു വലിയ ആൾക്കാരാണെങ്കിൽ നമുക്ക് ചിന്തിക്കാൻ പറ്റുമല്ലേ, അത് വെറും മാജിക് ആണ്, അയാൾ അതിന്റെ ബേക്കിൽ പോയി മറിഞ്ഞിരിക്കണം. പക്ഷെ കുട്ടികൾ എന്താണെന്നറിയോ, അതിങ്ങനെ മാഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടികൾ ആ ഒരു വ്യക്തി അവിടെ ഇല്ല എന്നുണ്ടെങ്കിൽ ആ കുട്ടി വിചാരിക്കും അങ്ങനത്തെ ഒരാൾ അവിടെ ഇല്ല, അത് എക്സിസ്റ്റൻസ് അല്ല എന്നുള്ളത്. അതുകൊണ്ടാണ് ഈ പീക്കബു എന്നുള്ള ഗെയിം കുട്ടിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളത്. കാരണം അവർക്ക് ഇങ്ങനെ ഒരു കൺഫ്യൂഷൻ വരികയാണ്, അയാൾ എക്സിസ്റ്റഡ് ആണോ ഇല്ലയോ എന്നുള്ളത്. ഓക്കെ, അത് നമ്മൾ പറയാം ഒബ്ജക്റ്റ് പെർമനൻസ് കേട്ടോ. അത് നിങ്ങൾ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ അവിടെ എഴുതിയിട്ട് നിങ്ങളുടേതായ ഒരു മലയാളം, നിങ്ങളുടേതായ വേർഡ്സ് നിങ്ങളത് എക്സ്പ്ലനേഷൻ ചെയ്ത് ഈ പീക്കബുവിന്റെ എക്സാമ്പിളോ. കാരണം ഇത് PYQs റീസെന്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മുടെ ഞാൻ പറഞ്ഞല്ലോ ഈ പേപ്പർ 1ന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ കുറച്ചും കൂടി ഡിഫിക്കൽട്ട് ആവുന്നുണ്ട്, ഇങ്ങനെ ഡയറക്റ്റ് ആയിട്ട് ചോദിക്കുന്നില്ല. അപ്പോൾ ഒബ്ജക്റ്റ് പെർമനൻസ് ഏത് സ്റ്റേജ് ആണെന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവണം, അത് സ്റ്റേജ് 1 ആണ്. കുട്ടി ഡെവലപ്മെന്റിൽ സ്റ്റേജ് 1ലാണ് ഒബ്ജക്ട് പെർമനൻസ് എന്നുള്ള ഒരു ഭാഗം വരുന്നത്. 0 to 2 years കുട്ടിയൊക്കെയാണ് ഇത് കൂടുതലും ഈ ഒരു ടൈപ്പ് ഓഫ് എന്താണ് ഈ പറയുന്ന ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ളത്. ഓക്കെ, ഇനി വരുന്നതാണ് സ്റ്റേജ് 2 കേട്ടോ. നെക്സ്റ്റ് സ്റ്റേജ് ആണ്, അതെന്താണ് 2 to 7 years ആട്ടോ. 2 മുതൽ 7 വയസ്സ് വരെ, 0 മുതൽ 2 കഴിഞ്ഞു, 2 മുതൽ 7 വയസ്സ് വരെ ഉള്ളത് സ്റ്റേജ് 2 ആണ്. ഇവരെന്താ വെച്ച് കഴിഞ്ഞാല് ഇവര് ഇമാജിനേഷൻ ആണ് ഇവര് മെയിൻ സംഭവം കേട്ടോ. ഈ പ്രായത്തിലുള്ള കുട്ടികൾ ഭയങ്കര ഇമാജിനേഷൻ ലോകത്താണ് എന്ത് ചെയ്യുക, ഈ കുട്ടികൾ ജീവിക്കുക, അല്ലെങ്കിൽ ആ കുട്ടികളുടെ ലൈഫ് മൊത്തം ഇമാജിനേഷൻ. ഇത് നമ്മളെ ചെറുപ്പത്തിലൊക്കെ പിന്നെ എൻ്റെ കസിന്റെ ഒരു മകളുണ്ട്. ഞാൻ എപ്പം പോയി കഴിഞ്ഞാലും ഈ ആള് ചെറിയൊരു ചോട്ടയാണ് ആള്, എപ്പോഴും കുട്ടിയും ടീച്ചറും, എപ്പോഴും ഒരു കണ്ണാടിന് മുമ്പിൽ നിന്നിട്ട് ടീച്ചറാവും, സാരിയൊക്കെ എടുത്തിട്ട് പിന്നെ ഇങ്ങനെ പഠിപ്പിക്കുന്ന പോലെ. അതായത് ഈ കുട്ടികളുടെ ലേണിംഗ് പ്രോസസ്സ് എന്ന് പറയുമ്പോൾ വേറെ തന്നെ രസമാണ്, ഭയങ്കര രസമാണ്. ഇവര് ഇമാജിനേഷനിലാണ് ഇവരുടെ ലൈഫ് മൊത്തം ഉണ്ടാവുക. ഓക്കെ, അവർക്ക് ലോകത്തെ കാണുന്നതിന് അവരുടേതായ ഒരു വീക്ഷണമുണ്ട്. ആ രീതിയിൽ മാത്രമേ അവർ ലോകത്തെ കാണുന്നുള്ളൂ.
ഓക്കെ, അവിടെയാണ് ഇമാജിനേഷൻ വഴിയാണ് ആ കുട്ടികളുടെ ലേണിംഗ് പ്രോസസ്സ് ആ സമയത്ത് ബിൽഡ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ ഒരു എക്സാമ്പിൾ ആണ് ബനാന ഇൻറ്റു ഫോൺ അല്ലെ. ഈ സമയം ഈ പ്രായത്തിലുള്ള കുട്ടികൾക്കൊക്കെ എന്താണ് പിന്നെ ഈ പഴം എടുത്തിട്ട് ഫോണ് ആണെന്നുള്ള, കാരണം ആ കുട്ടിയുടെ ഇമാജിനേഷനിൽ അതൊരു ഫോൺ ആയിട്ടാണ് അവർ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അതാണ് ഈ പറയുന്ന സ്റ്റേജ് 2 എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അവരുടേതായ ലോകത്തിൽ നിന്ന് അല്ലെങ്കിൽ അവരുടേതായ ചിന്തകളിൽ നിന്ന് ലോകത്തെ കാണുന്നതിന് പറയുന്ന ഒരു പേരാണ് ഈഗോ സെൻട്രിസം. ഇതും ഞാൻ PPT പ്രിപ്പയർ ചെയ്തതിന് ശേഷം ആഡ് ചെയ്ത പോയിന്റ് ആണ്, ബിക്കോസ് PYQസിൽ ചോദിച്ചിട്ടുണ്ട് ഈഗോ സെൻട്രിസം ഏത് സ്റ്റേജിലാണെന്നുള്ളത്. മനസ്സിലായല്ലോ ഞാൻ എങ്ങനെയാണ് ഈ പോയിന്റ്, ഞാൻ പോയിന്റ് ബിൽഡ് ചെയ്യുന്ന എങ്ങനെയാണ് മനസ്സിലായില്ല. അതായത് PYQസിൽ ചോദിച്ചിട്ടുള്ള കാര്യങ്ങളെ വെച്ചിട്ടാണ് ഞാൻ ഓരോ കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ പോയിന്റ്സ് ഞാൻ വീണ്ടും വീണ്ടും നിർബന്ധമായിട്ട് നിങ്ങൾ എഴുതണം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈഗോ സെൻട്രിസ് എന്ന് പറയുമ്പോൾ എന്താണ്, സീയിങ് ദ വേൾഡ് ഫ്രം ദെയർ POV എന്ന് പറയുമ്പോൾ എന്തല്ലോ, ഓക്കെ, അവരുടേതായ ഒരു വ്യൂ പോയിന്റ് അല്ലേ. ഓക്കെ, പേഴ്സണൽ വ്യൂ പോയിന്റിൽ അവർ എന്ത് ചെയ്യാണ്, കാര്യങ്ങളെ കാണുകയാണ്. ഓക്കെ, പോയിന്റ് ഓഫ് വ്യൂവിൽ അവർ കാര്യങ്ങളെ കാണുകയാണ്. അതാണ് ഈ പറയുന്ന ഈഗോ സെൻട്രിസം എന്ന് പറയുന്നത്. ഇത് സ്റ്റേജ് 2 ആട്ടോ. പിന്നെ വരുന്നതാണ് എന്ത്, സ്റ്റേജ് 3. സ്റ്റേജ് 3 എന്ന് പറയുന്നത് അതിന്റെ പ്രായത്തിലാണ് 7 to 11 ഇയേഴ്സ് ആണ്. ഇവിടെ എന്താണ്, സ്റ്റാർട്ട്സ് ടു തിങ്ക് ലോജിക്കലി. ഓക്കെ, കുട്ടികൾ എന്ത് ചെയ്യാണ്, ഈ 7 മുതൽ 11 വയസ്സ് വരെയുള്ള കുട്ടികൾ കാണുന്നതും തൊടാൻ പറ്റുന്നതിനൊക്കെ പറ്റി ലോജിക്കലായിട്ട് ചിന്തിക്കാൻ തുടങ്ങും. ഓക്കെ, ഇപ്പൊ അതിനൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞു. ഇപ്പം ഞാൻ എന്ത് ചെയ്യാണ്, ഒരു വലിയ ഗ്ലാസ്, ഒരു ചെറിയ വീതിയുള്ള ഗ്ലാസ്, ഇതിൽ ഞാൻ എന്ത് ചെയ്യാണ്, സെയിം ക്വാണ്ടിറ്റി ഓഫ് വെള്ളം ഒഴിക്കുകയാണ്. അപ്പോൾ ഈ സ്റ്റേജ് 1 ആൻഡ് സ്റ്റേജ് 2 കുട്ടികളാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, വേഗം പോയിട്ട് വലിയ ഗ്ലാസ് എടുക്കും. പക്ഷെ സ്റ്റേജ് 3 കുട്ടികൾക്ക് മനസ്സിലാകും എന്താണ്, അതായത് ഈ ഷേപ്പും അതുപോലെ തന്നെ ഡിസൈനും മാറുന്നത് കൊണ്ട് ക്വാണ്ടിറ്റി മാറുന്നില്ല. അതായത് കുട്ടികൾ എന്ത് ചെയ്യും, ലോജിക്കലി ചിന്തിക്കാൻ തുടങ്ങും, ബുദ്ധിപരമായിട്ട് ചിന്തിക്കും. തെറ്റും ശരിയും ഒബ്ജക്റ്റുകളും പിന്നെ ആക്ടിവിറ്റീസും എല്ലാം അവരെന്ത് ചെയ്യും, കുറച്ച് ലോജിക്കുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കും. അപ്പൊ അവർക്കും അങ്ങനെ എന്ത് ചെയ്യും, ആ ഒരു ഭാഗത്ത് അവർ ഒരുപാട് ലേണിംഗ് പ്രോസസ്സ് വരുന്നത് ഈ പറയുന്ന സ്റ്റേജ് 3യിലാണ്. ലോജിക്കലി ചിന്തിക്കുന്ന ഒരു പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ഒരു ഏജിലാട്ടോ. അതുപോലെ തന്നെ കൺസർവേഷൻ, ചേഞ്ച് ഇൻ ഷേപ്പ് ഈസ് നോട്ട് ക്വാണ്ടിറ്റി ചേഞ്ച് അല്ലെ. ഇത് ഈ പറഞ്ഞ എക്സാമ്പിൾ തന്നെ, അതായത് പിന്നെ ഇത് ക്വാണ്ടിറ്റി മാറുന്നത് കൊണ്ട് എന്ത് ചെയ്യുന്നില്ല, അതിന്റെ പിന്നെ ഷേപ്പ് മാറുന്നതുകൊണ്ട് എന്ത് ചെയ്യുന്നില്ല, അതിന്റെ ക്വാണ്ടിറ്റിയോ ക്വാളിറ്റിയോ മാറുന്നില്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യം കുട്ടികൾക്ക് എന്ത് ചെയ്യാണ് ഈ ഒരു ഭാഗത്ത് സ്റ്റേജ് 3യിൽ ഉണ്ടാകുക കേട്ടോ. അതാണ് ഈ ഒരു ഭാഗത്ത് ഡിസ്കസ് ചെയ്യുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം. പിന്നെ വരുന്നതാണ് എന്ത്, സ്റ്റേജ് 4. ഇതെന്താണ്, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. യാ, സോറി, ഇവിടെ എന്താണ്, ഇത് ഏത് വയസ്സാണ്, 11 ഇയേഴ്സ് ആൻഡ് എബവ് ആട്ടോ. 11 വയസ്സും അതിന്റെ മുകളിലുമുള്ള ആളുകൾ, കുട്ടികൾ ഉള്ളത് ഈ ഒരു സ്റ്റേജ് 4ലാണ്. ഇവിടെ എന്താണ്, അബ്സ്ട്രാക്ട് ഐഡിയ, അതായത് ഈ പ്രായത്തിലുള്ള കുട്ടികളുണ്ടല്ലോ, ഒരു റിബൽ സ്വഭാവം ഉണ്ടാവും ഇവർക്ക്. അതായത് എല്ലാത്തിനോടും ഒരു റിബൽ, പേരൻസിനെ ഇഷ്ടപ്പെടാതിരിക്കുക, പിന്നെ അതുപോലെ പിന്നെ എന്താണ്, എല്ലാത്തിനും ക്വസ്റ്റ്യൻ ചെയ്യുക, എന്തിനാണ് സ്കൂളിലുള്ള റൂൾസിനെ ക്വസ്റ്റ്യൻ ചെയ്യുക. ഓക്കെ, അതായത് അവിടെ കുട്ടികൾ എന്ത് ചെയ്യാണ്, ഒരു ഫോമൽ ഓപ്പറേഷണൽ സ്റ്റേജിലേക്ക് വരികയാണ് ആ കുട്ടികൾ. ഓക്കെ, അത് അവരുടേതായ ചിന്തകൾക്ക് അതീതമായിട്ട് വിഷയങ്ങളെ പറ്റി അങ്ങോട്ട് ചോദ്യങ്ങൾ ചോദിച്ച്, എന്തുകൊണ്ട് ഇതിങ്ങനെ, ഒരു വിഷയം പഠിച്ച് ലോജിക്കലായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം അവർ ചോദിക്കുകയാണ്, എന്തുകൊണ്ടാണ് ഇതിങ്ങനെ, എന്തിനാണ് ഈ പറയുന്ന നിയമങ്ങൾ, എന്തിനാണ്. അപ്പൊ അവർക്ക് ആ സമയത്ത് ഒരു റിബൽ സ്വഭാവം ഉണ്ടാവും. അതിനുശേഷം എന്ത് ചെയ്യും, നമുക്ക് ഓരോ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാവും. സൊസൈറ്റി ഇങ്ങനെയാണ് വർക്ക് ചെയ്യേണ്ടത്, നമ്മുടെ സമൂഹത്തിൽ ഇതുപോലുള്ള ബാലൻസ് ഉണ്ടായാലും മാത്രമാണ് സമൂഹത്തിന് മുന്നോട്ട് പോകാൻ പറ്റും. ഇപ്പം ഞാൻ ഈ സ്റ്റേജ് 1 2 3 4 പറയുന്ന സമയത്ത് എൻ്റെ ഓർമ്മയിൽ വന്നത്, പിന്നെ ശ്രീനിവാസന്റെ ഒരു സീൻ ഉണ്ടല്ലോ, പിന്നെ ഒരു സ്കൂളിന്റെ മുറ്റത്തിരുന്നിട്ട് ശ്രീനിവാസൻ പറഞ്ഞ ഡയലോഗിൽ, നമ്മള് ജീവിതത്തിന്റെ ഓരോ സമയത്തും നമുക്ക് ഓരോ ചിന്തകളായിരിക്കും അല്ലെ. നമ്മൾ ഒരു സമയത്ത് നമ്മൾ നിരീശ്വരവാദിയാവും, പിന്നെ നമ്മൾ മതം പഠിക്കും, പിന്നെ നമ്മൾ ഒരു തത്വജ്ഞാനിയാവും, വീണ്ടും തിരിച്ചു വരും. അങ്ങനെ ജീവിതത്തിൽ പിന്നെ രക്ഷിതാക്കൾക്കെതിരെ നമ്മൾ ഭയങ്കര ഷൗട്ട് ചെയ്യും. പക്ഷെ ഒരു പ്രായത്തുമ്പോൾ നമുക്ക് രക്ഷിതാക്കളോട് എപ്പോഴും സംസാരിക്കാനുള്ള ഒരു ടെൻഡൻസി വരും. അങ്ങനെയാണ് നമ്മൾ ഇന്ന് കാണുന്ന നമ്മളായിട്ട് മാറുന്നത് എന്നാണ് ശ്രീനിവാസൻ പറയുന്നത്. ഏറ്റവും നല്ല എക്സാമ്പിൾ അതാട്ടോ, സ്റ്റേജ് 1 to 4ന്റെ എക്സാമ്പിൾ. അത് തന്നെയാണ് ഈ പറയുന്ന കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്, ഏറ്റവും ഷോർട്ടായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ. ഓക്കെ,
അപ്പോൾ അത് ഭയങ്കര കണക്ട് ചെയ്യാൻ പറ്റുന്ന എനിക്ക് പെട്ടെന്ന് എൻ്റെ മൈൻഡിൽ വന്നതാണ്. എനിക്ക് പിന്നെ ശ്രീനിവാസിന്റെ ആ ഒരു പിന്നെ സീന് നല്ലൊരു എഴുത്ത് അത് പുള്ളിക്കാരൻ എഴുതിയ ഭയങ്കര പവർഫുൾ ആട്ടോ ആ എഴുത്ത്. എല്ലാ മനുഷ്യനും കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വാചകമാണ് അത്. ഇപ്പൊ എനിക്കൊക്കെ പേഴ്സണലി ഭയങ്കര കണക്ട് ചെയ്യാൻ പറ്റിയ ഒരു എന്താ പറയാ ഒരു ഡെവലപ്മെന്റ് തന്നെയാണ്. നമ്മൾ ഒരു സമയത്ത് ചിന്തിക്കുന്നതായിരിക്കണം നമ്മൾ നെക്സ്റ്റ് സമയത്ത് ചിന്തിക്കുക. അങ്ങനെ ചിന്തിച്ചിട്ടാണ് നമ്മൾ ഇന്ന് നമ്മളായിട്ട് മാറുന്നത്. അതായത് ചിന്തകൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ലേണിംഗ്, അൺലേണിംഗ്, റീലേണിംഗ് എന്നൊക്കെ പറയുന്ന ഒരു പോയിന്റ് ആണ് പുള്ളിക്കാരൻ അവിടെ പറഞ്ഞു വെക്കുന്നത്. ഓക്കെ, സോ എനിവേ ഇതാണ് എന്ത് പ്രധാനപ്പെട്ട 4 സ്റ്റേജ് കേട്ടോ. സ്റ്റേജ് 1 മനസ്സിലായില്ലേ? സെൻസറി പീരീഡ് ആണ്. 0 to 2 years ആണ്. ടച്ചിങ്, ടേസ്റ്റിംഗ് ആൻഡ് ഷേക്കിംഗ് വഴിയാണ് ഇൻഫോർമേഷൻ സീക്ക് ചെയ്യുക. അതുപോലെ ഒബ്ജക്റ്റ് പെർമനൻസ്, അതായത് എന്താണോ കാണുന്നത് അത് മാത്രമേ എക്സിസ്റ്റ് ചെയ്യുന്നുള്ള ഒരു ചിന്ത കുട്ടികൾക്ക് ഉണ്ടാവും ഈ ഒരു പ്രായത്തിൽ. പിന്നെ ഇതാണ് സ്റ്റേജ് 2 അല്ലെ, 2 to 7 years. ഈ ഒരു സ്റ്റേജിലാണ് ഇമാജിനേഷൻ കേട്ടോ. മൊത്തം ഇമാജിനേഷനിലായിരിക്കും, ഈഗോ സെൻട്രിസ് ആയിരിക്കും. അവർക്ക് അവരുടേതായ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ അവരെന്ത് ചെയ്യും, ലോകത്തെ കാണുന്ന ഒരു ടൈമാണ് ഈ പറയുന്ന സ്റ്റേജ് 2 എന്ന് പറയുന്നത്. പിന്നെ വരുന്നതാണ് എന്താ ഈ പറയുന്ന സ്റ്റേജ് 3, അതായത് 7 to 11 years, 7 മുതൽ 11 വയസ്സ് വരെയാണ് ഈ സ്റ്റേജ് 3 വരുന്നത്. ഇവിടെ എന്താണ്, കുട്ടികൾ കുറച്ചും കൂടി ലോജിക്കലി കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യും, ചിന്തിക്കാൻ തുടങ്ങും അല്ലെ. അതായത് പിന്നെ ഒരു വിഷയം അതേപടി എന്താണ് പിന്നെ പിന്നെ ഇൻഫോർമേഷൻസ് ഗെയിൻ ചെയ്യാതെ അതിനെ ലോജിക്കലി കണക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യും, ആ കാര്യങ്ങളെ പഠിക്കും. അതാണ് ഈ പറയുന്ന സ്റ്റേജ് 3 വരുന്നത്. സ്റ്റേജ് 4 എന്ന് പറയുമ്പോൾ 11 years തന്നെ പോകും, കുറച്ചും കൂടി അബ്സ്ട്രാക്ട് ഐഡിയ. അതുപോലെ തന്നെ ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ് ഒക്കെ വരുന്ന ഈ ഒരു ഭാഗത്താണ്. എല്ലാത്തിനോട് ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള, റിബൽ ആയിട്ടുള്ള, എല്ലാത്തിനും എന്ത് റീസൺസ് ചോദിക്കുന്ന ഒരു ടൈമാണ് ഈ പറയുന്ന സ്റ്റേജ് 4 എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് തിയറിയിൽ വരുന്ന അതിന്റെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗം. എക്സാമിനേഷൻ വ്യൂ പോയിന്റിൽ ഇതാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗം കേട്ടോ. ഡിഫറെന്റ് സ്റ്റേജസും അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സും നന്നായിട്ട് പഠിക്കുക. ഓക്കെ, പിന്നെ എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ യു ക്യാൻ ജസ്റ്റ് ടെക്സ്റ്റ് മീ എനി ടൈം. സോ യാ, ആൻഡ് ഇതുവരെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാത്തവർ മാക്സിമം ജോയിൻ ചെയ്യുക. നമ്മളെ ഈ പറയുന്ന ലേണിംഗ് ഗ്രൂപ്പും അതുപോലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ നമ്മുടെ PDF നോട്ട്സ്, ഡിസ്കഷൻസ്, നമ്മുടെ ഫ്രീ ആയിട്ടുള്ള ഒരുപാട് ഗൂഗിൾ മീറ്റ്സ് കാര്യങ്ങളൊക്കെ നമ്മൾ പിന്നെ ഇനി അപ്കമിങ് വീഡിയോസിൽ നമ്മൾ കുറച്ച് എന്റെ എക്സാമിനൊക്കെ അടുപ്പിച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. സോ അപ്ഡേഷൻസ് കാര്യങ്ങളൊക്കെ നമ്മൾ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സോ ഐ ഡോണ്ട് വാണ്ട് ടു ബ്ലാബർ എവറിത്തിങ്. സബ്സ്ക്രൈബ് ചെയ്യാന്ന് ഞാൻ പറയുന്നില്ല, ബിക്കോസ് ഇഫ് യു ഫീൽ വർത്ത് യു ക്യാൻ ജസ്റ്റ് ഡു സബ്സ്ക്രൈബ് ഓർ എൽസ് ജസ്റ്റ് ലീവ് ഇറ്റ്. കണ്ടുപോയാൽ എനിക്ക് പ്രശ്നമൊന്നുമില്ല, ഫൈൻ. Yeah, so that's all about today. So we'll meet you with next class. Okay, thanks everyone.